ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങൾ. അത് അവൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയായിട്ട് മാറണം. ആ ജീവിതത്തിൽ ഇന്നും ഉണ്ടാകണം. അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പറയുക. ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയും, യേശു സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ശിമിയോന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്, അമ്മായിയമ്മയെ ശുശ്രൂഷിക്കാൻ, അമ്മായിയമ്മയെ സുഖപ്പെടുത്താൻ വേണ്ടി. ആദ്യത്തെ വാക്ക് സിനഗോഗിൽ. ആദ്യം എൻ്റെ ജീവിതം ആരംഭിക്കേണ്ട ദേവാലയത്തിൽ നിന്നാണ്. എല്ലാ പ്രഭാതത്തിലും ഈ ദേവാലയത്തിൽ വന്ന് യേശുവിൻ്റെ അടുത്ത് വന്ന് യേശുവിൻ്റെ ബലിയർപ്പിച്ചിട്ട് വേണം എൻ്റെ ശുശ്രൂഷ മേഖലകളിലേക്ക് ഞാൻ ഇറങ്ങാൻ. ബലിയർപ്പിച്ച് യേശു ഇറങ്ങുന്നത് ശുശ്രൂഷയ്ക്ക്. ഞാൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ശുശ്രൂഷ മാത്രം പോരാ, അതുപോലെ ദേവാലയത്തിൽ മാത്രം ഇരുന്നാൽ പോരാ, എല്ലാം കൂടെ വേണമെന്നുള്ളതാണ്. ബലിയർപ്പിക്കുന്നു, ശുശ്രൂഷയ്ക്കായിട്ടിറങ്ങുന്നു. പത്രോസ് ശിമിയോന്റെ പത്രോസിന്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. യേശു പത്രോസിന്റെ ഭവനത്തിൽ ചെന്ന് ശിമിയോന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ദേവാലയത്തിൽ നിന്ന് യേശുവിൽ നിന്ന് ഊർജം സ്വീകരിച്ച്, ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഞാൻ ശുശ്രൂഷിക്കാൻ, എൻ്റെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഊർജം നൽകാൻ വേണ്ടി പോകാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. 3-ാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. ശുശ്രൂഷ ലഭിച്ച, അതുപോലെ സൗഖ്യം ലഭിച്ച പത്രോസിന്റെ അമ്മായിമ്മ എഴുന്നേറ്റ് യേശുവിനെ ശുശ്രൂഷിച്ചെന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് കുറേ പേർക്ക് നമ്മൾ ശുശ്രൂഷ നൽകുന്നുണ്ട്. കുടുംബത്തിലുള്ളവർക്കാകാം, അതുപോലെ ഭർത്താവിനാകാം, മക്കൾക്കാകാം, കിടപ്പ് രോഗികൾക്കാകാം. പലപ്പോഴും അവർക്ക് നന്ദിയില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. അവർ സംതൃപ്തരല്ല എന്നുള്ളതാണ്. കിട്ടുന്നതിൽ പോരാ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. നമ്മൾ നന്ദി പറയാൻ മനസ്സുണ്ടാകുക. അമ്മായിമ്മ ആ ശുശ്രൂഷയ്ക്ക് യേശുവിനെ തിരിച്ച് ശുശ്രൂഷിക്കുകയാണ്, നന്ദി പറയുക. ആ സൗഖ്യം ലഭിച്ചതിന് നന്ദി പറയുക എന്നുള്ളതാണ്. നമുക്ക് നന്ദിയുള്ളൊരു മനസ്സുണ്ടാകട്ടെ എന്നുള്ളതാണ്. കിടപ്പ് രോഗികളായിട്ട് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി പേരുണ്ടാകാം. അതുപോലെ എന്നും രാവിലെ ഓടി വന്ന് അതിരാവിലെ എഴുന്നേറ്റ് നമുക്ക് പാചകം ചെയ്തു തരുന്ന അമ്മമാരുണ്ടാകാം. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ അപ്പന്മാരുണ്ടാകാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ടാകാം. അവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നന്ദി പറയാൻ നമുക്ക് മനസ്സുണ്ടാകണം എന്നുള്ളതാണ്. അത് കിട്ടി കഴിയുമ്പോൾ നമ്മളൊരു വാക്ക് പോലും പറയുന്നില്ല. നമ്മളൊരു സ്വാർത്ഥരായിട്ട് മാറരുത് എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്നു, അതിനുശേഷം ശുശ്രൂഷ മേഖലകളിലേക്ക് പോകുന്നു, വീടാകാം, അതുപോലെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന സ്ഥലമാകാം, അവിടെ പോകുന്നു. ശുശ്രൂഷ ലഭിക്കുന്നവർ നന്ദിയുള്ളൊരു മനസ്സുണ്ടാകും. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.